വെൽക്കം ടു ഈവൽ ന്യൂസ്. പ്രിയ പ്രേക്ഷകർക്ക് അഭിമുഖം പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് വളരെ അറിയപ്പെടുന്ന ഒരു സാഹിത്യകാരനെയാണ്. ഒരുവിധ ആളുകൾക്കൊക്കെ ഇദ്ദേഹത്തെ പറ്റി അറിയാം. എന്നാൽ അറിയാത്തവർക്ക് വേണ്ടി അദ്ദേഹത്തെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കുന്നതാണ്. സാർ, ഒന്ന് സ്വയം പരിചയപ്പെടുത്താമോ? എൻ്റെ പേര് EP മുഹമ്മദ് പട്ടിക്കര. EP മുഹമ്മദ് പട്ടിക്കര എന്ന തൂലികാനാമത്തിലാണ് ഞാൻ എഴുതുന്നത്. എൻ്റെ ശരിക്കുള്ള ജന്മസ്ഥലം ഗുരുവായൂരാണ്. എൻ്റെ ഉപ്പ ഒരു അധ്യാപകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്വദേശം ബെൻബേനാടായിരുന്നു. അദ്ദേഹം ഒരു അധ്യാപകനും ഒരു കവിയായിരുന്നു. അന്ന് 60 വർഷങ്ങൾക്ക് മുമ്പ്, 10-65 വർഷങ്ങൾക്ക് മുമ്പ് അവർക്ക് സ്വന്തമായിട്ട് 4 സ്കൂളുണ്ടായിരുന്നു. അറബിയിലെ 28 അക്ഷരം എന്ന് പറഞ്ഞാൽ അലിഫ് മുതൽ യാ വരെയുള്ള അക്ഷരം കൊണ്ട് കവിത എഴുതിയ ഒരു മഹാനായിരുന്നു അദ്ദേഹം. അതുപോലെ 2ാം ലോക മഹായുദ്ധകാലത്ത് ഹിറ്റ്ലറെ പറ്റി എഴുതിയ ഒരു യുദ്ധപ്പാന എന്നൊരു കവിത അന്ന് ദേശീയഗാനമായിട്ട് സ്കൂളിൽ ആലപിച്ചിരുന്നെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ ഇനി ഞാൻ ഒരു കണക്കിന് അധവാഹ്യനായ ഒരു പുത്രനാണ്. ഞാൻ ജനിച്ചതിൻ്റെ 40ാം ദിവസം അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ മുഖം എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. അതിലൊരുപാട് ദുഃഖമുണ്ട്. അദ്ദേഹത്തിൻ്റെ കാരുണ്യം, ആ അനുഗ്രഹമാണ് എന്നൊരു കവിയാക്കിയത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ വളരെ ചെറുപ്പത്തിൽ തന്നെ എഴുത്തു തുടങ്ങിയതാണ്. എൻ്റെ ഒരു ജ്യേഷ്ഠൻ, അദ്ദേഹം ഇപ്പോൾ ഇല്ല, ജീവിച്ചിരിപ്പില്ല, കലാകാരനായിരുന്നു. അദ്ദേഹം ബോർഡൊക്കെ എഴുതിയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒപ്പം ചിത്രരചന ആയിരുന്നു ഞാൻ തുടങ്ങിയത്. അന്ന് എൻ്റെ അടുത്തുള്ള ഒരു, ഇന്നിപ്പോൾ ഗുരുവായൂരിലെ ഒരു ബാബു ലോഡ്ജിൻ്റെ മുതലാളി, ഒരു രാവുണ്ണി എന്ന് പറഞ്ഞ ആൾ ഗൾഫിൽ നിന്ന് വരുമ്പോൾ എനിക്ക് ചിത്രം വരയ്ക്കാനുള്ള കടലാസുകളും മറ്റതും കൊടുന്ന് എന്നെക്കൊണ്ട് ചിത്രം വരപ്പിച്ചിരുന്നു. പിന്നീട് ഞാൻ കുറേശ്ശെ എഴുത്തിൻ്റെ രംഗത്തിലേക്ക് വന്നു, കവിത എഴുതാൻ തുടങ്ങി. കൂട്ടത്തിൽ ഇപ്പോൾ ഞാൻ 3 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആദ്യം പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൻ്റെ പേര് EP പറഞ്ഞ കഥകൾ, 10 കഥകളാണ്. പിന്നീട് എൻ്റെ ആത്മകഥ, ഇപ്പോൾ ഉദാഹരണത്തിന് എൻ്റെ ഉപ്പാടെ കഥ, എൻ്റെ ഉപ്പാടെ ചരിത്രം, എൻ്റെ കുടുംബചരിത്രം എല്ലാം, എൻ്റെ അനുഭവങ്ങളെല്ലാം വെച്ച് ഓർമ്മയിൽ മുഖം നോക്കുമ്പോൾ എന്നൊരു പുസ്തകം പ്രസിദ്ധീകരിച്ചു. അതിനുശേഷം ഒരു കവിത, 101 കവിത, അരണി കടഞ്ഞെടുത്ത് പ്രണയം എന്നുകൊണ്ടൊരു കവിത പ്രസിദ്ധീകരിച്ചു. പിന്നെ അനുവാദ്യങ്ങളിൽ എഴുതുന്നുണ്ട്. കുറേ മുമ്പേ എഴുതി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോഴും കലാകൗമുദി, മാധ്യമം, മനോരമ ഇതിലൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്. ഇന്നും കലാകൗമുദി എഴുതിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അതുമാതിരി സിനിമാ ലോകത്തും ഞാൻ ചെറിയ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞാൻ മദ്രാസിൽ ഉള്ള കാലത്ത് എനിക്ക് ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ നിത്യഹരിത നായകൻ പ്രേമനസിംഹായിട്ടുള്ള അടുപ്പമാണ്. ആ അടുപ്പം വളരെ സുദൃഢമായ അടുപ്പമായിരുന്നു. അന്ന് ഒരാൾക്കും ഫിലിം സ്റ്റുഡിയോയിൽ കയറി ഷൂട്ടിംഗ് കാണാൻ പറ്റില്ല. നസീറിൻ്റെ ആളായതുകൊണ്ട് എനിക്ക് ഏത് സ്റ്റുഡിയോയിൽ പോയി സിനിമ ഷൂട്ടിംഗ് കാണാൻ പറ്റിയിരുന്നു. അദ്ദേഹം എനിക്ക് കല്യാണത്തിന് അന്ന് ഒരു കാഞ്ചീപുരം സാരി തന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ്. പിന്നെ അദ്ദേഹം മരിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് വരെ ഞാൻ മദ്രാസിലുണ്ടായിരുന്നു. എല്ലാ വർഷവും എനിക്കുണ്ടായിരുന്ന അവിടെ സീനത്ത് പ്ലാസ്റ്റിക് ഇൻഡസ്ട്രീസ് പ്ലാസ്റ്റിക് കമ്പനി ആയിരുന്നു. എല്ലാ വർഷവും ഞാൻ അദ്ദേഹത്തിന് ഡയറി സമ്മാനിക്കുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബമായിട്ട് നല്ല ബന്ധമായിരുന്നു. അദ്ദേഹത്തിൻ്റെ നാട്ടിൽ ഞാൻ പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും അടുത്തൊരു ബന്ധുവായിരുന്നു, അടുത്ത ബന്ധം പുലർത്തിയ ഒരു വ്യക്തിയായിരുന്നു മ്യൂസിക് ഡയറക്ടർ ബാബുരായിട്ട് വളരെ അടുപ്പമായിരുന്നു ഞാൻ. അദ്ദേഹം താമസിച്ചിരുന്ന ശേഖർ ലോഡ്ജിലെ നിത്യസന്ദർശനായിരുന്നു. നിത്യസന്ദർശനം ഞായറാഴ്ച മാത്രമേ എനിക്ക് അന്ന് ഞങ്ങൾക്ക് ലീവ് ഉണ്ടാവുള്ളൂ. അന്ന് പോയിട്ട് അദ്ദേഹത്തിൻ്റെ നാട്ടിൽ ഞാൻ പോയിട്ടുണ്ട്. എൻ്റെ ഓർമ്മക്കുറിപ്പിൽ ഞാൻ അദ്ദേഹത്തെ പറ്റി എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ PN മണി എന്ന് പറഞ്ഞ ഏറ്റവും വലിയ ലീഡിങ് ഒരു മേക്കപ്പ് മാൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനായിട്ട് ഞാൻ ആത്മസൗഹൃദം ഉണ്ടായിരുന്നു. ആ സൗഹൃദത്തിൻ്റെ പേരിൽ ഒരുപാട് വേദികളും ഒരുപാട് നടന്മാരെ എനിക്ക് പരിചയപ്പെടാൻ അവസരം കിട്ടി. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കെയർ ഓഫിലാണ് റോമിയോ എന്ന് പറഞ്ഞ രവികുമാർ എന്ന പഴയ നടൻ്റെ ആദ്യത്തെ സിനിമയിൽ എനിക്ക് അഭിനയിക്കാൻ ചെറിയൊരു വേഷം കിട്ടിയത്. മുഴുവൻ അഭിനയിക്കാൻ പറ്റില്ല, കാരണം ലീവ് ഞായറാഴ്ച ആയതുകൊണ്ട് ബാക്കിയുള്ള ദിവസങ്ങളിലേക്ക് പോകാൻ പറ്റില്ല. അതിനുശേഷം കായംകുളം കൊച്ചുണ്ണി, പിന്നെ മിന്നുകെട്ട്, അതുകൂടാതെ മായൻകുട്ടി വരുന്നു, അങ്ങനെ 2 സീരിയലിലും ടെലിഫിലിമിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോൾ സജീവമായിട്ട് എഴുത്തിൻ്റെ ലോകത്താണ്. പിന്നെ ഈ GSC പ്രൊഡക്ഷനായിട്ട് വർക്ക് ചെയ്യാണ്. 1982 മുതൽ കമ്പനി തകർന്നതിന് ശേഷം ഞാൻ GSC പ്രൊഡക്ഷനായിട്ട് വർക്ക് ചെയ്യാണ്. പട്ടികയിലാണ് താമസം. 2 മക്കളാണ്, ഒരു പെണ്ണും ഒരാണും. മകൻ ഗൾഫിൽ ഫാമിലിയായിട്ട് താമസിക്കുന്നു. ഓക്കെ സാർ, ഒരുപാട് നല്ല വിവരങ്ങളാണ് താങ്കളിൽ നിന്ന് കിട്ടിയത്. താങ്കൾക്ക് കിട്ടിയ പുരസ്കാരങ്ങളെപ്പറ്റി കൂടി ജനങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ട്. അതിനു കൂടി ഒന്ന് പറയാമോ?
പറയാം. ആദ്യമായിട്ട് എനിക്ക് കിട്ടിയത് ഡോക്ടർ അമ്പതേക്കറുടെ പേരുള്ള പുരസ്കാരമാണ്. അത് അന്ന് കിട്ടിയത് അമ്പലപ്പുഴ വെച്ചിട്ടാണ്. പിന്നീട് BSA എന്ന് പറഞ്ഞൊരു പുരസ്കാരം, അത് ഗവൺമെൻറ്റിൻ്റെ അംഗീകാര പുരസ്കാരമാണ്. പിന്നെ മറ്റേ JC ഡാനിയൽ പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. അതുമാതിരി നിരവധി പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പുരസ്കാരം എന്ന് പറഞ്ഞാൽ ഒരുപാട് സംഘടനകൾ വഴി, പക്ഷേ ഇത് മറ്റേ മറക്കാൻ പറ്റാത്ത പുരസ്കാരമാണ്. 50 ഏക്കർ പുരസ്കാരം, അത് BSA പുരസ്കാരം, JC ഡാനിയൽ പുരസ്കാരം. JC ഡാനിയൽ പുരസ്കാരം കിട്ടിയതിന് ശേഷം എനിക്ക് എൻ്റെ നാട്ടിൽ പട്ടിക്കരയിൽ ഒരു സ്വീകരണമൊക്കെ തന്നിരുന്നു. അത് നല്ല അനുഭവമായിരുന്നു. ഇപ്പോഴും പുരസ്കാരം പല സംഘടനകളും കിട്ടുന്നുണ്ട്. പക്ഷേ പുരസ്കാരത്തിലുപരി ജനങ്ങൾ അറിയപ്പെടുക, ജനങ്ങളുടെ ഹൃദയത്തിൽ സ്ഥാനം നിൽക്കുക എന്നുള്ളതാണ്. പുരസ്കാരം വന്നും പോയിരിക്കും. അപ്പോൾ അതുകൊണ്ട് പുരസ്കാരം ലബ്ധിയിൽ ഞാൻ സന്തുഷ്ടനാണ്. എങ്കിലും ജനങ്ങൾ അംഗീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ അവാർഡ്. ജനങ്ങൾ അംഗീകരിക്കുക, അവനവൻ്റെ നാട് അംഗീകരിക്കുക, അവനവൻ്റെ നാട്ടുകാർ ഒരു ചെറിയൊരു പുരസ്കാരം എന്താണെങ്കിലും എനിക്കിപ്പോൾ ഞാൻ എൻ്റെ നാട്ടിൻ്റെ അടുത്തുള്ളൊരു കാരുണ്യ പ്രവർത്തനത്തിന് അൽ മസാക്കിൻ ട്രസ്റ്റ് എൻ്റെ വീട്ടിൽ വന്നൊരു പുരസ്കാരം തന്നു. അത് ഏറ്റവും നല്ലൊരു പുരസ്കാരമാണ്. ഞാൻ എൻ്റെ നെഞ്ചോട് ചേർത്ത് എന്നും ഓർമ്മിക്കുന്ന പുരസ്കാരം. ഇനിയും പുരസ്കാരം കിട്ടിക്കൊള്ളാമെന്നില്ല. പുരസ്കാരത്തിലുപരി ജനങ്ങൾ അംഗീകരിക്കുന്ന ഒരു എഴുത്തുകാരനായി വളരുക എന്നാണ് എൻ്റെ ആഗ്രഹം. തീർച്ചയായും എന്തായാലും കൂടുതൽ പുരസ്കാരങ്ങൾ താങ്കളിലേക്ക് തേടിയെത്തട്ടെ എന്ന എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തട്ടെ. കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു വെരി മച്ച്.